ജാഥയിൽ പങ്കെടുത്ത മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരെയും അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഇത് ഒരു വിളംബര ജാഥയാണ്. മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ മുന്നിൽ, പ്രതിമയ്ക്ക് മുന്നിൽ ഈ വിളംബര ജാഥ സമാപിക്കുമ്പോൾ ഞാൻ ഒന്ന് പറയുന്നു. ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് 5 വോട്ടെണ്ണുമ്പോൾ വീണ്ടും മഹാത്മാഗാന്ധിയുടെ മുന്നിൽ ഞങ്ങൾ വരും. വിജയ ജാഥയായി ഞങ്ങൾ കടന്നു വരും. ശ്രീ മനോജ് മൂത്തേടനെ MLA ആക്കും. ഞാൻ ഒരു കാര്യം പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വലുതാണ്. കേരള രാഷ്ട്രീയത്തെ ദുഷിപ്പിക്കാൻ വേണ്ടി പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ആ ബന്ധം മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും രൂപ കൊടുത്തിരിക്കുന്ന അവിശുദ്ധമായ കൂട്ടുകെട്ടാണ്. ഞങ്ങൾ ശപഥം ചെയ്യുന്നു, ആ കൂട്ടുകെട്ടിന് പെരുമ്പാവൂരിൽ ഞങ്ങൾ തലപൊക്കാൻ അനുവദിക്കില്ല എന്ന് ശപഥം ചെയ്യുന്നു. ഞങ്ങളുടെ വിജയം മതേതരത്വത്തിന്റെ വിജയമാണ്. ഞങ്ങളുടെ വിജയം ജനാധിപത്യത്തിന്റെ വിജയമാണ്. മഹാത്മാഗാന്ധിയുടെ പ്രതിമയെ സാക്ഷി നിർത്തി പറയുന്നു, ഞങ്ങൾ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളും, ഞങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളും. ഒരു കാര്യം മാത്രം എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ പറ്റിക്കുന്നു, തെരഞ്ഞെടുപ്പാണ്. പക്വതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ പ്രവർത്തനം മാന്യമായിരിക്കണം. എല്ലാവരും നമ്മളോടൊപ്പം തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ എൽദോസ് കുന്നപ്പള്ളി നാളെ നമ്മളുമായി ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു. എല്ലാവരും മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോക്കിൽ നമുക്ക് വിജയം നേടിയെടുക്കാൻ കഴിയും. ഇന്ന് സ്ഥാനാർത്ഥിയായ ബഹുമാനനായ ശ്രീ മനോജ് മെയ് 5 കഴിയുമ്പോൾ പെരുമ്പാവൂരിൽ MLA ആയിരിക്കുമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.